ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വേവ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കോട്ട് സെറ്റിൻ്റെയൊക്കെ ഒരു പാൻറ്റ് ചെയ്യാനാണ് കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡുള്ള ഒരു പാൻറ്റ്, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതേപോലെ തുണിയെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ രണ്ട് പീസ്, അതായത് ഒന്ന് ബാക്കിലോട്ടും ഒന്ന് ഫ്രണ്ടിലോട്ടും വരുന്ന ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള മടക്ക് വശം നമ്മളുടെ അടുത്തേക്ക് വരുന്ന രീതിയിലും ഇതേപോലെ ഓപ്പൺ വശം നമ്മളുടെ എതിർ വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് 2.90 മീറ്റർ കട്ട് വരുന്ന നൈറ്റി ബിറ്റ്സിലുള്ള കോട്ടൺ മെറ്റീരിയലാണ്. പക്ഷെ നമുക്ക് ഇത്ര തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സെയിൽസിനായിട്ട് അവൈലബിൾ ആണ്. ഇതിൻ്റെ വേറെ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും അവസാനം നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇലാസ്റ്റിക്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇലാസ്റ്റിക് ഏതാണെന്ന് നോക്കണം. ചിലർ 1/2 ഇഞ്ചിൻ്റെ, ചിലർ 1 ഇഞ്ചിൻ്റെ, 2 ഇഞ്ചിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മുകളിൽ നിന്ന് ഏകദേശം 2.5 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇഞ്ചും ഫ്രണ്ടിലേക്കും 1 ഇഞ്ചും ബാക്കിലേക്കും, അത് കൂടാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള സീം അലവൻസ് ആണ് ബാക്കി 1/2 ഇഞ്ച്. നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ 3 ഇഞ്ച് വരെ ഇടാം കേട്ടോ. കാരണം മടക്കി അടിക്കുമ്പോൾ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ മേലെ കൊള്ളാത്ത രീതിയിൽ നമുക്ക് മടക്കി അടിക്കണം. അപ്പോൾ ആ 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തതിന് താഴേക്ക് നമ്മളുടെ പാൻറ്റിൻ്റെ റെഡി ആയി കഴിയുമ്പോഴുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ടേബിൾ നമുക്ക് അധികം ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ 38 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഞാൻ 30 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തു, എന്നിട്ട് താഴേക്ക് ഇതേപോലെ 38 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ 40ലും കൂടി ഞാൻ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആകെ പാൻറ്റിന് വേണ്ട തുണി ആവശ്യമുള്ളൂ. അതായത് ഇവിടെ ഒരു 40 ഇഞ്ചും മുകളിൽ ഒരു 2.5 ഇഞ്ചും ചേർന്നിട്ട് നമുക്ക് 42.5 ഇഞ്ചോളമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 42.5 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്കാണ്. ഫ്രണ്ടിലേക്കും വേണം നമുക്ക്, അതേപോലെ ബാക്കിലേക്കും വേണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 86 ഇഞ്ച് കണക്കാക്കാം. 43, 86 ഇഞ്ച് കണക്കാക്കുമ്പോൾ നമുക്ക് അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 2.25 മീറ്റർ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ സത്യത്തിൽ 2 മീറ്ററിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇലാസ്റ്റിക് ഇടുന്ന പീസ് നമ്മൾ വേറെ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന പീസിൽ നിന്ന് വെക്കേണ്ടി വരും. അതേപോലെ താഴെ നമ്മൾ മടക്കി അടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ചിലപ്പോൾ 2 ഇഞ്ചിന് പകരം നമ്മൾ 1 ഇഞ്ചാക്കി കുറച്ചിട്ട് ചെറുതാക്കി മടക്കി അടിക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 മീറ്ററിലും ഇതേ ലെങ്ത്തിൽ തന്നെ നമുക്ക് പാൻറ്റ് കിട്ടും. അപ്പോൾ ഇനി എത്ര ലെങ്ത്തുള്ള പാൻറ്റാണെന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ നിങ്ങൾ ആ സീം അലവൻസും കൂടി ചേർത്തിട്ട് ഫ്രണ്ടും ബാക്കും കണക്കാക്കി കഴിഞ്ഞാൽ എത്ര മീറ്റർ തുണി വേണമെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അതേപോലെ നമ്മൾ ഈ ഒരു ലൈൻസൊക്കെ ഒന്ന് നീട്ടി വരയ്ക്കുകയാണേ. എന്നിട്ട് നമുക്ക് ഇവിടം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി തുണി നമുക്ക് ഇപ്പോൾ ഇതിന് ആവശ്യമില്ല. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ അരവണ്ണത്തിൻ്റെ കാൽക്കുലേഷനാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ടിട്ടായതുകൊണ്ട് നമ്മൾ പാൻറ്റ് കെട്ടുന്ന ഭാഗത്തെ വേസ്റ്റ് റൗണ്ട് അല്ല ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളെ ഹിപ്പ് റൗണ്ട് അരവണ്ണമാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ ഹിപ്പ് റൗണ്ട് വന്നിട്ടുള്ളത് 38 ഇഞ്ചാണ്. ആ 38 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 2 ഇഞ്ച് വരെ 2-3 ഇഞ്ച് നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ എനിക്കിവിടെ 38 ഇഞ്ചാണ് അരവണ്ണം ഉള്ളത്. ഞാനപ്പോൾ ഇവിടെ ഒരു 12.5 ഇഞ്ച് എടുക്കുകയാണ് കേട്ടോ. 3 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ 2.5 ഇഞ്ചിൻ്റെ ലൈനിലും മുകളിലും ഞാനിതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്രോച്ച് ലെങ്ത് ആണ്. ക്രോച്ച് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത്. ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ക്രോച്ച് ലെങ്ത്ത് എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 3 ആണ്. ഹിപ്പ് റൗണ്ടിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് 38/3 12.6 സംതിങ് കിട്ടും. ഞാനപ്പോൾ 13 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. ഇനി ആ 13 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഒരു 3 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 3 ഇഞ്ച് എന്തിനാണ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ സാധാരണ 2 ഇഞ്ച് 2.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യുക. ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കാരണം നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തിട്ടല്ല കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഒരുപാട് കുഴിച്ച് വരയ്ക്കേണ്ട കാര്യമില്ല, ഇത് പാൻറ്റ് ആയതുകൊണ്ട്. ഇനി താഴെ ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഞാനിവിടെ 8.5 ഇഞ്ചാണ് ബോട്ടം ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ ഒരു പോയിൻറ്റും ഇതും കൂടി നമുക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ വരയ്ക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാതെ നിങ്ങളുടെ കയ്യിൽ ആ ബെൻഡ് ആയിട്ടുള്ള ഹിപ്പ് സ്കെയിൽ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് വരയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 10 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതാ ഫ്രണ്ടും ബാക്കും ഇതുപോലെ നിവർത്തിയിട്ട ശേഷം നമ്മളുടെ മുകളിൽ നിന്ന് ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ നമ്മൾ ബെൻഡ് ചെയ്ത് വരച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വലിക്കാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2-3 പ്രാവശ്യം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 2 സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ആ 2 സ്റ്റിച്ചും സെൻറ്ററിൽ വരുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ രൂപമായി. ഇനി നമുക്ക് താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ നമ്മളവിടെ താഴെ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ ആ 2 ഇഞ്ചാണ് നമ്മൾ മടക്കി അടിക്കേണ്ടത്. ആദ്യം 1 ഇഞ്ച് പിന്നെ 1 ഇഞ്ചും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് മടക്കി അടിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് 2 സൈഡും ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 സ്റ്റിച്ചൊക്കെ ആ ഭാഗത്ത് കൊടുക്കാം. കുറച്ചുകൂടി സ്റ്റിഫ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് അവിടെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴെ ബോട്ടം സൈഡിൽ നമ്മളുടെ എത്രയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് 8.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ക്രോച്ച് ലെങ്ത്തിലേക്ക് എത്തുമ്പോൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ്. 8.5-ന്ന് നമുക്ക് 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ക്രോച്ചിൻ്റെ അവിടേക്ക്, അതായത് പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് എത്തുമ്പോൾ 1/2 ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു കാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തി വീണ്ടും അടുത്ത കാലിലേക്ക് വരുമ്പോൾ നമ്മൾ വലിക്കാതെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെയും നമ്മൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ 1 ഇഞ്ചാണ് സീം അലവൻസ്, മുകളിലെത്തുമ്പോൾ 1/2 ഇഞ്ചാണ്. അങ്ങനെ ഒരു 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടുന്ന ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിങ്ങനെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇലാസ്റ്റിക് നമ്മൾ എടുക്കേണ്ടത് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് നമ്മളുടെ പാൻറ്റ് ഇടുന്ന ആ ഭാഗത്തെ വണ്ണം ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ നിങ്ങൾക്ക് കുറച്ചെടുക്കാം. അത് നമ്മളുടെ ഇലാസ്റ്റിക് എടുക്കുന്നതിനനുസരിച്ചാണ്. കാരണം ചിലത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, ചിലത് നന്നായിട്ട് വലിയുന്ന ടൈപ്പായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചെടുക്കാം. 3-4 ഇഞ്ച് നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിനെക്കാട്ടിലും കുറച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ ലോക്ക് ചെയ്ത ശേഷം ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഇലാസ്റ്റിക് ആദ്യം തന്നെ 2ഉം കൂടി ചേർത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 അറ്റവും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് ഇതിൽ കാണാൻ ഇല്ല, സംഭവം റെക്കോർഡായില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം വേണം ഇതുപോലെ നിങ്ങൾ വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒന്നുകിൽ ഇങ്ങനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ നമ്മൾ 4 ഇഞ്ചിൽ ഫുള്ളായിട്ട് മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, ഇനി നമ്മൾ ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിൻ്റിൽ കൂടെ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, തുണി മാത്രം. എന്നിട്ട് ഒരല്പം ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് മാത്രം വിടുക. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് ഒരു പിൻ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഏറ്റവും അവസാനം ഇതുപോലെ 2 പീസും, അതായത് 2 അറ്റവും ഇതേപോലെ ഇലാസ്റ്റിക്കിൻ്റെ വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 3-4 സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെച്ചിട്ടുള്ള ആ ഒരു പോർഷനും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 മെത്തേഡ് ഇലാസ്റ്റിക് ഇടുന്നതിൻ്റെ കാണിച്ചത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. കാരണം ആദ്യത്തെ പകുതി ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം ഇല്ലാത്തത് കൊണ്ട് ഞാൻ 2ാമത്തെ മെത്തേഡും കൂടി കാണിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഇലാസ്റ്റിക് ഇതുപോലെ സെൻറ്ററിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എല്ലായിടത്തും ഒരേപോലെ ഈ ഒരു തുണി ആക്കിയ ശേഷം നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കോട്ടൺ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതാ സ്ക്രീൻഷോട്ട് എടുക്കുക, പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു.